അവരെ വിശദീകരിച്ചു പറഞ്ഞു. ഇവരെ വിശദീകരിച്ചില്ല. എന്തുകൊണ്ട്? കഴിഞ്ഞു. ഗുണവാന്മാർ ആസ്വാദനത്തിലാണ്. തെമ്മാടികൾ നരകത്തിലാണ്. ഗുണവാന്മാർ ആസ്വാദനത്തിലാണ്, തെമ്മാടികൾ നരകത്തിലാണ്. ഇസ്ലൗനഹ, ആ നരകത്തിൽ അവർ എത്തിച്ചേരും. യൗമദ്ദീൻ, പ്രതിഫല നാളിൽ. അപ്പം ഇവരെ ആസ്വാദനത്തിൽ എന്നേ എത്തിച്ചേരുക? പറഞ്ഞില്ല. അവരെന്നും ആസ്വാദനത്തിലാണ്. അവർക്കൊരു പ്രത്യേക കാലമില്ല. അവരുടെ സ്ഥലവും പറഞ്ഞു, കാലവും പറഞ്ഞു. എന്നെത്തിച്ചേരും? യൗമദ്ദീൻ, അത് കാലമാണ്. സ്ഥലവും പറഞ്ഞു, കാലവും പറഞ്ഞു. മറ്റവരുടെ ഗുണം പറഞ്ഞു, സ്ഥലവും പറഞ്ഞില്ല, കാലവും പറഞ്ഞില്ല. എന്താ ഗുണം? ആസ്വാദനം. അതെന്ന്? ഗുണവാന്മാർ ഗുണം ചെയ്യുമ്പോൾ തന്നെ ആസ്വദിക്കും. ഗുണം ചെയ്യാൻ നിയത്ത് ചെയ്താൽ ആസ്വദിക്കും. സാധുക്കളായ മനുഷ്യന്മാർക്ക് ഒരാൾ നമ്മളോട് ഒരു വീടില്ലാത്ത ഒരു കഷ്ടപ്പാട് പറഞ്ഞു. അവർക്ക് വീടും ഇല്ല, വാടക കൊടുക്കാൻ പൈസയില്ല, കഷ്ടപ്പാടാണ്. ഭർത്താവാകട്ടെ സുഖമില്ലാത്ത അവസ്ഥയിലാണ് എന്ന് പറഞ്ഞു. വീടും ഇല്ല, കഷ്ടപ്പാടാണ്. ഒരു പെണ്ണ് നമ്മളോട് അങ്ങനെ വന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അയാൾ പറഞ്ഞു. എങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? നമുക്കൊരു പൈസ കിട്ടാനുണ്ട്. അപ്പം തന്നെ നമ്മൾ നിയത്ത് ചെയ്തു. അപ്പോൾ തന്നെ ആസ്വാദനം തുടങ്ങി. അത് അടുത്ത ദിവസം കിട്ടിയാൽ ചെയ്യണം. പിന്നെ ആ പൈസ കിട്ടി, അപ്പം നമ്മൾ ആസ്വദിക്കും. പിന്നെ നമ്മളത് ചെയ്യാൻ തുടങ്ങും. നമ്മളത് അവരോട് പറയില്ല, വേറൊരാളോട് പറയും. എന്താ പറയുക? ഒരാൾ എനിക്കൊരു പൈസ തന്നിട്ടുണ്ട്, വീടില്ലാത്തവർക്ക് പൈസ, വീടുണ്ടാക്കി കൊടുക്കാൻ പൈസ ഒരാൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യായിരുന്നു, ഈ അതിലൊന്ന് സഹകരിക്കണം എന്ന് പറയും. അപ്പോൾ ഇവർ രണ്ടാളും കൂടി പോയി പിന്നെ മൂന്നാമനോട് പറയും, വേറൊരാളൊരു പൈസ ഉണ്ട് എന്ന് പറയും. മനസ്സിലായില്ലേ? എന്നിട്ട് ആളെ പറയാതെ ആ വീടുണ്ടാക്കി കൊടുക്കും. ആ വ്യക്തി ആശ്രയിക്കും. എന്തുകൊണ്ട്? അതുകൊണ്ട് സ്വകാര്യത. രണ്ടാമത്തെ ആൾ വിചാരിക്കുന്നത് ഇപ്പം എൻ്റെ പൈസ അല്ല എന്നാ. ഒരു നിലക്ക് ഇവൻ്റെ പൈസ അല്ലല്ലോ, ആരെ പൈസ? ആസ്വാദനം. അതായത് അതെവിടെയും പോകൂല. അവൻ്റെ വലത്തെ കൈ ചെയ്യുന്നത് അവൻ്റെ ഇടത്തെ കൈ അറിയില്ല. അതൊരാസ്വാദനം. നമ്മൾ വണ്ടിയിൽ മോട്ടോർ സൈക്കിൾ മേലോ മറ്റൊരു ആ വീട്ടിൽ കുട്ടികൾ കളിച്ച് ചിരിച്ച് മുറ്റത്തൂടെ ഓടുന്നത് കാണുമ്പോൾ നമ്മൾ മനസ്സ് നിറയും. എല്ലാവരും വിചാരിച്ച് ഏതോ അറബി അയച്ച പൈസയാണ്, അത് നമ്മൾ നയിച്ച പൈസയാണ്. അതിൻ്റെ ആസ്വാദനം എത്രയാ? അതാണ് യഥാർത്ഥ ഗുണം. ആണോ? അല്ലേ? അത് ആസ്വദിക്കുക. ഭയങ്കര ആസ്വാദനം. ഇന്നൽ അബ്റാറ ലഫീ നഈം വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം യസ്ലൗനഹ. അത് തമ്മാടികൾ അവരുടെ സ്ഥലവും പറഞ്ഞു, കാലവും പറഞ്ഞു. ഇവർക്ക് സ്ഥലവും ഇല്ല, കാലവും ഇല്ല. ഒരനശ്വരതയാണ് അവർക്ക്. അവരെന്നും സുഖിക്കുക. കാരണം അവർ ചെയ്ത നന്മ അവരെ അതും ആരും ഭാര്യ അറിഞ്ഞിട്ടില്ല. ഭാര്യയോട് പറഞ്ഞു, എനിക്കൊരാൾ തന്ന ഒരു പൈസ എൻ്റെ കയ്യിലുണ്ട്, ഇത് കുടുങ്ങി ആരെങ്കിലും വന്ന് എന്നോട് പറയണേ. അപ്പോൾ ഭാര്യ വേഗം പറയും. എന്തുകൊണ്ട്? ഭാര്യമാർക്കൊരു പൊതു സ്വഭാവമുണ്ട്. ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് പോണേന് അവൾക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല. അവിടെ നമ്മൾ വേഗം ഭാര്യയോട് എന്ത് പറയാം? ഞങ്ങൾക്കൊരു വിളവാണ് പറഞ്ഞു തരുന്നത്. ഭാര്യയോട് എന്ത് പറയാം? വേറൊരാൾ തന്ന പൈസ തന്നെയാണല്ലോ. പെണ്ണുങ്ങളോട് എൻ്റെ പൈസ എന്ന് പറയരുത്, ഒരിക്കലും പറയരുത്. കാരണം അവർക്കതിൽ പിന്നെ മുഴുവനും കൂടി നിങ്ങൾ ചെയ്യണം എന്തിനാന്ന് എങ്കിലും ഒരു ചോദിക്കും. അപ്പോൾ അവിടെ നമ്മൾ വേറെ ആളെ ഇരുത്തി കൊടുത്താൽ മതി. അത് വേറെ ആളെന്നതാണ്. എന്നാൽ പിന്നെ ഓൾ ഇടക്കിടക്ക് ചോദിക്കുകയും ചെയ്യും. അവർക്ക് ദീനുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ചോദിക്കും. പിന്നെ അയാൾ തന്ന പൈസ നിങ്ങളെത്തും പറ്റരുതേ, നിങ്ങൾ കൊടുക്കണം കേട്ടോ. നമ്മളെ പൈസ എന്ന് പറഞ്ഞാൽ അവൾക്ക് ചൂടാവും. അപ്പം അത് നമ്മളാണ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അവിടെ നമ്മൾ ആഘോഷിക്കുക. മരിക്കുമ്പോൾ ചിരിക്കുക, മരിച്ചാലും ചിരിക്കും. നാലാൾ കൂടിയാൽ ചെയ്യാവുന്ന എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നല്ല നല്ല കാര്യങ്ങൾ. എന്തൊക്കെ സാധുക്കളായ മനുഷ്യന്മാർ 10-40 ആളുകളുള്ള മഹല്ലുകൾ, അവർക്ക് കരണ്ട് ബില്ല് വലുതായിരിക്കും. 4, 5, 6, 8 ആൾ കൂടിയാൽ
ഒരു ധാരണ പറഞ്ഞത്. സോളാർ വെച്ച് കൊടുക്കാൻ കഴിയും. എന്നാൽ പിന്നെ അവർക്ക് കറണ്ട് ബില്ലില്ല. പിന്നെ അവിടുത്തെ വെള്ളവും വെളിച്ചമൊക്കെ നിങ്ങളെ പൈസയാണ്. ആരോട് പറയും വേണ്ട. അറബി എന്നാണ്. അറബി അറിയുന്നവരൊക്കെ അറബിയല്ലേ. മയാരിഫുൽ അറബിയ പോവുക. അറബിയുണ്ട്. അറബി അറിയുന്നവർക്ക് അറബിയല്ലേ. അറബിൻ്റെ പൈസ. അതിൻ്റെ പെണ്ണുങ്ങൾ പറയും മൂപ്പർക്ക് അത് അറബി കൊടുത്തത്. അള്ളാഹുക്കും അറബി അറിയാലോ. അള്ളാഹ് നീ അറബി എന്നറിയാലോ. അറബി അറിയുന്ന ആളല്ലേ. അപ്പം എന്താ പിന്നെ അതിൻ്റെ ആ വഴിക്ക് പോകുമ്പം അവിടെ അങ്ങനെ ലൈറ്റ് കത്തി നിൽക്കണ കണ്ടു. കുട്ടികളെ ഓതുന്ന കണ്ടു. എന്തൊരു സന്തോഷം. അവിടുത്തെ ഹൗദിലെ വെള്ളം നിങ്ങളെ ചിലവിലാണ്. കാരണം അതിൻ്റെ കരണ്ട് വെള്ളം അല്ലാണ്ടതാണ്. അതിൻ്റെ കരണ്ട് കാരണക്കാരങ്ങളാണ്. അപ്പം ആ വെള്ളം അടിക്കണ നിങ്ങളെ കാരണത്തിലാണ്. അപ്പോൾ ഓ ചെയ്യുന്ന കൂലി നിങ്ങൾക്ക് ആണോ അല്ലേ? എത്രയാണ് അതിൻ്റെയൊക്കെ കൂലി? എത്ര? ഞാൻ ആവശ്യമില്ലാത്ത കൊടുത്തതല്ലേ. പള്ളി കമ്മിറ്റിയിൽ പൈസ ബാലൻസ് ഉള്ളവരുണ്ട്. അവരെ പറ്റിയല്ല പറയുന്നത്. പറ്റ കുഴിഞ്ഞ മാലിൽ എനിക്കറിയാം. നിങ്ങൾക്ക് വേണം എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞുതരാം സ്ഥലം. 4-5 ആളെ കൂടിയാൽ എത്ര എളുപ്പം കഴിയും. പിന്നെ ഒരു 10 ആളുകളോടത്തൊരു 10 സാധാരണക്കാരെ ആവശ്യം വെള്ളമില്ല. അപ്പോൾ അവർക്ക് കുഴൽ കിണർ അടിക്കാനോ പൈസ ഇല്ല. കിണർ എന്താണെങ്കിൽ 3 മാസത്തിൽ വെള്ളം പറ്റും. വേനൽക്ക് 3 മാസം വെള്ളം ഉണ്ടാവില്ല. അങ്ങനത്തെ എത്ര നാടുകളുണ്ട്. അപ്പോൾ 10 വീട്ടുകാർക്ക് കൂടിയിട്ട് എന്ത് ചെയ്യുക? ഒരു കിണറല്ല, ഒരു കുഴൽ കിണറിന് അടിച്ചു കൊടുക്കുക. അതിന് പൈസയാവും. പക്ഷേ എത്ര കാലം അവർ വെള്ളം കുടിച്ചത് എൻ്റെ ചിലവിലല്ലേ. നിനക്ക് ഇമം വിട്ടുപോലല്ലോ. ഈ കയ്യൊന്നിച്ചാൽ അള്ളാഹു തആല ഉത്തരം തരൂലേ. എന്തുകൊണ്ട് റബ്ബേ പഠിച്ചോനെ? ആരും അറിയില്ല. നിങ്ങൾ തമ്മിൽ തീരുമാനിക്കുക. അതാരും അറിയാൻ പാടില്ല. ഒരാളും പറയാൻ പിന്നെ പറയും ചെയ്തു. ഒരാളും പറയരുത്. അസ്മ ചെയ്യുക. ഒരാളോട് പറയരുത്. സ്വന്തമായ ഒരിക്കലും പുറത്തു പോകില്ല. ചിലപ്പോൾ സദസ്സിലിട്ട് തന്നെ നമ്മളെ മാനം കെടുത്തും. ചിലപ്പോൾ പള്ളി കമ്മിറ്റിയിൽ ജനറൽ ബോഡി നടക്കുന്ന സമയത്ത് നമ്മളൊരാളെ പേര് പറഞ്ഞു. അപ്പോൾ പിന്നെ മറ്റുള്ളവർ സ്വീകരിച്ചില്ല. അപ്പോൾ വേറൊരുത്തൻ എൻ്റെ വന്നല്ലോ, മൂപ്പര് നമുക്ക് പല ഉപകാരം ചെയ്തല്ലേ, നിങ്ങളെ മൂപ്പരെ വാക്കൊന്ന് പരിഗണിക്ക്. അപ്പം മറ്റൊന്നെടുത്ത് പറയും ഓൻ്റെ ഉപകാരം അത് അറബി അയച്ചു കൊടുത്തല്ലേ. അറബി അയച്ചു കൊടുത്ത പൈസക്ക് ഓനെ ബഹുമാനിക്കേണ്ട ആവശ്യം എന്താ? ഓൻ്റെ പൈസ തന്നെയാണ്. അതിലും ആശയിരിക്കും. ഒരു വാക്കോടെ സ്വീകരിക്കില്ല. മനസ്സിലുണ്ട് പറഞ്ഞത്. അങ്ങനെ ചെയ്താൽ എന്താ? അതിൻ്റെ പേരിൽ ആക്ഷേപം കിട്ടും. ആ ആക്ഷേപത്തിൽ അവർ കുറ്റക്കാരും അല്ല, നമുക്ക് കൂലിയും കിട്ടും. ആക്ഷേപിച്ചോൻ പറഞ്ഞത് ശരിയാണ്. കാരണം ഓൻ്റെ പൈസ ഏറ്റെല്ലാം ജനങ്ങൾ അറിഞ്ഞിട്ടുള്ളത്. ആക്ഷേപിച്ചവർക്ക് കുറ്റമല്ല. ആക്ഷേപം കൊണ്ടവന് കൂലിയുണ്ട്. ഉണ്ടോ അല്ലേ? എത്ര നന്മയാണ് അതൊക്കെ. ഇതങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ സാധുക്കൾക്ക് കിണർ വെച്ച് കൊടുക്കുക. സാധുക്കൾക്ക് 10 ആൾ കൂടിയാൽ നടക്കൂല. ഇന്നത്തെ കാലത്ത് അതൊക്കെ അല്ലേ കഴിയുക. അതിൽ ജാതി മതമില്ല. നന്മ ചെയ്യുന്നിടത്ത് ജാതി മതം വേർതിരിക്കുന്നവർ ഇൻ്റെ ക്ലാസ്സിൽ വരരുത്. ഇൻ്റെ ക്ലാസ്സിൽ വരാൻ പാടില്ല. നന്മ ചെയ്യുന്നിടത്ത് അർഹനെയാണ് പരിഗണിക്കേണ്ടത്. ജാതിയില്ല, അതിൽ മതമില്ല. അള്ളാഹു റഹ്മാനാണ്. മനസ്സിലായിക്കൂടി. അള്ളാഹു തആലയ്ക്ക് ഒരു ഗുണം റഹ്മത്ത് കാരുണ്യം ചെയ്യുന്നിടത്ത് ഹിന്ദു ഇല്ല, മുസ്ലിമില്ല, ക്രിസ്ത്യാനില്ല, മതമുള്ളവനില്ല, മതമില്ലാത്തവനില്ല, ഒന്നും കണക്കില്ല. അള്ളാഹു റഹ്മാനാണ്. തഖല്ലഖു ബി അഖ്ലാഖിർ റഹ്മാൻ. ജാതി മതം നോക്കാതെ ഗുണം ചെയ്യുന്ന റഹ്മാൻ്റെ സ്വഭാവം നിങ്ങൾ സ്വീകരിക്കുവീൻ എന്ന് മുഹമ്മദ് മുസ്തഫ എന്താ പറഞ്ഞത്? തഖല്ലഖു ബി അഖ്ലാഖിർ റഹ്മാൻ. റഹ്മാനായ റബ്ബിൻ്റെ ഗുണം സ്വീകരിക്കുക, സ്വഭാവം സ്വീകരിക്കുക. റഹ്മാൻ എന്നാൽ വഴിപ്പെട്ടവർക്കും ചെയ്യും, വഴിപ്പെടാത്തവർക്കും ചെയ്യും. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയൊന്നും അള്ളാഹു തആലക്ക് ഗുണം ചെയ്യുന്നില്ല. അതുപോലെ നിങ്ങളും ചെയ്യും. അത് ആ വാക്കാണ് അവിടെ റസൂൽ പറഞ്ഞത്. ആ ഹദീസ് മറക്കരുത്. തഖല്ലഖു ബി അഖ്ലാഖിർ റഹ്മാൻ. റഹ്മാനായ റബ്ബിൻ്റെ സ്വഭാവങ്ങളെ നിങ്ങളും സ്വീകരിക്കുക. അപ്പം അതൊന്നും അവിടെ കണക്കാക്കരുത്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പം അങ്ങനെ മനുഷ്യൻ ആവശ്യക്കാരെ പരിഗണിച്ച് ചെയ്യുക, ആവശ്യക്കാർക്ക് ഉപകാരം ചെയ്യുക. അത് ജാതി എന്ത് മതം എന്തൊന്നും നോക്കാൻ പാടില്ല. മനുഷ്യരെ എല്ലാം ഒന്നായി കാണും. മനുഷ്യരൊക്കെ ഒന്നായി കാണും. എല്ലാ മനുഷ്യരും ഒന്നാണ്. അതിൽ തെറ്റുള്ളവരുണ്ടാവും. പക്ഷെ അവർ തിരുത്താൻ വേണ്ടി നമ്മൾ വ്യഗ്രതപ്പെടുക. എല്ലാം ഈ ലോകത്തുണ്ടാവും. എന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ മുഹാസിബല്ല, നമ്മൾ കണക്കെടുക്കുന്നവനല്ല. കണക്കെടുക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ, അതാണ് നമ്മളെ നേതാവ്. ജാതി മതം നോക്കാതെ മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു അയച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ. ആ മനുഷ്യൻ പ്രചരിപ്പിച്ച മതം ഇസ്ലാമാണ്.
ആ മനുഷ്യൻ്റെ മതം ഇസ്ലാമാണ്. അതേ സമയത്ത് മറ്റൊരു മനുഷ്യനെയും അവൻ്റെ ക്രൂരമായ പെരുമാറ്റത്തിൻ്റെ പേരിൽ മാത്രമല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടിട്ടില്ല. അതൊക്കെ മനസ്സിലാക്കുക. അതിലില്ലാതെ നന്മ ചെയ്യുക, അതന്നെയാണ്.